സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചൊറിയ്, ഒന്ന് അമർത്തി ചൊറിയ്. അതെ സാർ, അവിടെയല്ല, കുറച്ചുകൂടെ മേളില് ഒന്ന് അമർത്തി ചൊറിഞ്ഞേ. ചൊറിയ്. അർജുൻ, ഭക്ഷണം കഴിക്കാൻ വാ. അയ്യോ സാർ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ഇപ്പൊ കവളിലെ ഇറിറ്റേഷൻ മാറിയോ? മാറി. എന്നാ വാ, ഭക്ഷണം കഴിക്കാം. അയ്യോ സാർ, എനിക്ക് ചമ്മല. ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാനാ? അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. താ വന്നേ. സാർ അത് വാ, വരാൻ. ഇതെന്താ കഥകളിയോ? കയ്യില് ചുട്ടിയൊക്കെ കുത്തിയിരിക്കുന്നു. മൈലാഞ്ചി ഇട്ടതാ ആന്റി. മൈലാഞ്ചി ഇന്ന് ആന്റിക്ക് മനസ്സിലായും കാണും. ഹായ്, നോക്കട്ടെ പൂജേച്ചി. അർജുനേട്ട സൂപ്പർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നതിന്റെ ഇടയിൽ ഇത് എന്താ ഈ കാണിക്കുന്നേ? കാണുമ്പോ എന്തോ പോലെ ഇരിക്കുന്നു, വൃത്തികേട്. ആന്റിയുടെ മനസ്സിന് അത്ര വൃത്തികേട് ലോകത്തൊന്നിനുമില്ല. അച്ഛനും അച്ഛമ്മയും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അജുവേട്ടാ, അത് വിട്ടേക്ക്. ഭക്ഷണം കഴിക്കുമ്പോ ഒച്ചപ്പാട് വേണ്ട. ദേ, അയ്യോ, മോളെങ്ങനെ കഴിക്കും? ഞാൻ കൊടുക്കാമേ. അയ്യോ വേണ്ട, ഞാൻ അടുക്കളയിൽ വന്ന് പിന്നെ കഴിച്ചോളാം. വാ തുറക്ക. അങ്ങോട്ട് വാ തുറക്ക് പൂജേച്ചി. കഴിക്കങ്ങോട്ട്. അമ്മേ, ആനന്ദേട്ടാ, ഇതെന്തോന്നോ കൊച്ചു പിള്ളേർക്ക് ചോറൂണോ? അല്ലെങ്കിൽ ആഹാരം സ്വന്തം മുറി കൊണ്ടുപോയി ഇള്ള കുട്ടിക്ക് പാപ്പം കൊടുക്കണം. ഇതെന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ഇരുന്ന് ആഹാരം കൊടുക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? ഇതേ എന്റെ ഭാര്യ, എന്റെ ഭാര്യക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നില്ല. ആരും അങ്ങനെ ഞെരിപിരി കൊള്ളണ്ട. അർജുൻ അവന്റെ ഭാര്യക്ക് ആഹാരം വാരി കൊടുക്കുന്നതിന് നിനക്കെന്താ? സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാ. ആനന്ദേട്ടാ, ആനന്ദേട്ടൻ എന്തോ ഒന്നും മിണ്ടായിരിക്കുന്നേ? ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഭാര്യ ഭർത്താവും ഭർത്താവ് ഭാര്യയും എങ്ങനെയൊക്കെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യാമോ അങ്ങനെയൊക്കെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും വേണം. ചാടക്കുന്നു. അന്തേട്ടാ, ദേ പൂജമോള്. ചേട്ടാ, അന്തേട്ടാ, മോള് ജീനെ കാണാൻ വന്നാന്ന് തോന്നുന്നു. ഏട്ടൻ പൊയ്ക്കോ, ഞാനും മോളും കൂടി പോവാൻ ജോത്സ്യന്റെ അടുത്തേക്ക്. അല്ല, അത് വിവരങ്ങൾ അറിയുമ്പോ പൂജയ്ക്ക് ഒരു സർപ്രൈസ് ആവും. ആന്തേട്ടൻ പൊയ്ക്കോ, ഞാനും മോളും കൂടി ജോത്സ്യനെയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ എത്താം. എന്നാ ശരി. ആ, ഹലോ മാഡം,
ഒന്ന് ഡോക്ടറെ കാണണം. പൂജ എന്തടി പെട്ടെന്ന്? വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. എടി എന്താ? ആ, പറയാം. കല്യാണക്കാരി അറിയുമ്പോ പൂജ ഞെട്ടും. ജീന, അവിടെ മധു ആന്റി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ ഏൽപ്പിക്കാൻ വന്നതാ. എന്തു പ്രധാനപ്പെട്ട കാര്യ ജീനയെ ഏൽപ്പിക്കുന്നത്? എന്താ പൂജ, എന്താ പ്രശ്നം? ഞാനും അർജുൻ സാറും കൂടെ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് ആണിത്. ഒരു വർഷത്തെ കോൺട്രാക്ട് മാരേജിന്റെ ഡോക്യുമെന്റ്. നീ ഇത് സൂക്ഷിച്ചു വെക്കണം. ഇനി ഇത് വീട്ടിൽ വെച്ചിരുന്ന അപകടമാ. ഈ ഡോക്യുമെന്റ് പലവട്ടം മോഷ്ടിക്കാൻ നോക്കി മധു ആന്റി. ഭാഗ്യത്തിന് ഓരോ പ്രാവശ്യം രക്ഷപ്പെട്ട്. ഇപ്പോ ഡോക്യുമെന്റ് മാറ്റി ഞാനും അർജുൻ സാറും കൂടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ പരിശോധിച്ച അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി. ഒരു വർഷം എങ്ങനെയെങ്കിലും എനിക്കവിടെ പിടിച്ചു നിൽക്കണം. അതുവരെ ഈ കോൺട്രാക്ട് സൂക്ഷിച്ചേ പറ്റൂ. എനിക്ക് മടുത്തു ജീന. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര പേരെ പറ്റിച്ചോണ്ടിരിക്കുന്നെ. ഞങ്ങളുടേത് കോൺട്രാക്ട് മാരേജ് ആണെന്ന് പ്രിയ എല്ലാരെയും വിശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അമ്മ അത് വിശ്വസിച്ചിട്ടില്ല. അത്രയ്ക്കിഷ്ട അമ്മയ്ക്ക് എന്നോട്. ഞങ്ങൾ യഥാർത്ഥ ഭാര്യാഭർത്താക്കന്മാരല്ല, ഒരു വർഷത്തേക്ക് കരാറുമായി കല്യാണം കഴിച്ചതാണെന്ന് അമ്മ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇനി കുറച്ചു മാസങ്ങൾ കൂടി. അതിനിടയില് അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങും. അതോടെ ഞാനും അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ അച്ഛനൊത്ത് സ്നേഹസദനത്തിലേക്ക് തിരിച്ചു പോകും. ഇത് ഒരു വർഷത്തെ കോൺട്രാക്ട് മാരേജിന്റെ റെക്കോർഡും ഒരു വർഷം കഴിഞ്ഞുള്ള ഞങ്ങളുടെ ഡിവോഴ്സ് ഡോക്യുമെന്റ് ഒപ്പിട്ടതുമാണ്. നീ ഇത് വളരെ ഭദ്രമായിട്ട് വെക്കണം. ഇതിന്റെ പ്രാധാന്യം അറിയാലോ. അന്ന് അമ്പലത്തിൽ നടന്ന കല്യാണത്തിന്റെ വീഡിയോ ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ചു. ഒന്നല്ല, 2 പ്രാവശ്യം. ഒരിക്കൽ വീട്ടില്, പിന്നൊരിക്കൽ ശാന്തികൃഷ്ണ മാം വന്നപ്പോ. യഥാർത്ഥ കല്യാണമാണെന്ന് വിശ്വസിപ്പിക്കാൻ അത് സഹായിച്ചു. ഈ ഡോക്യുമെന്റും അതുപോലൊക്കെ ചിലപ്പോൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളപ്പോ ഞാനിത് നിന്റെ നിന്ന് മേടിക്കും. ശരി പൂജ, നീ പേടിക്കാതെ. എന്റെ കയ്യിൽ ഇത് സേഫ് ആയിട്ടുണ്ടാവും. നീ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കാം. വാ.
മാരേജ് ആയിരുന്നല്ലേ? കേട്ടതൊക്കെ സത്യമായിരുന്നു. എന്നെ ചതിക്കായിരുന്നു. പൊന്നുമോളായിട്ട് കരുതി പറ്റിച്ചു കളഞ്ഞല്ലോ. ഒരു വർഷം എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കണം. അതുവരെ ഈ കോൺട്രാക്ട് സൂക്ഷിച്ചേ പറ്റൂ. ഇനി കുറച്ചു മാസങ്ങൾ കൂടി. അതിനിടയിൽ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങും. അതോടെ ഞാനും അവിടെ നിന്ന് ഇറങ്ങും. എന്താ അമ്മേ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്താ അമ്മേ? അല്ല, എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു. അരുണിമ വന്ന് കുടുംബത്തിന് എന്തൊക്കെയോ ആപത്ത് വരുന്നു എന്ന് പറഞ്ഞു. ആപത്തോ? എന്താപത്ത്? അമ്മ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കിടക്കുന്നോണ്ടാ. കുടുംബത്തിലൊരാപത്ത് നേരത്തെ വന്നതല്ലേ, ആ പൂജ. അവൾ എന്ന് ഒഴിഞ്ഞു പോകുന്നോ അന്നേ ഈ വീടിനെ ബാധിച്ച ആപത്ത് ഒഴിഞ്ഞു പോവൂ. അവളുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അതൊക്കെ മാധുരി ചേച്ചിക്കൊന്ന് കാണിച്ചു കൊടുക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. മാധുരി എവിടെ പോയതാ? എന്റെ അമ്മേ, മാധുരിയുടെ ജാനകിയുടെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ. അവളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് തലേ കയറ്റി വെച്ച് നമ്മളോട് യാതൊരു ബഹുമാനവും ഇല്ലാതാക്കിയത് മാധുരി ചേച്ചിയാ. അമ്മ എഴുതി വെച്ചു, എന്നെങ്കിലും ഒരിക്കൽ കള്ളമൊക്കെ പുറത്തു വരും. അന്ന് അവളെ അടിച്ചിറക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മാധുരി ചേച്ചിയായിരിക്കും. വിഷമമുള്ള എന്തൊക്കെയോ നടക്കാൻ പോകുന്നൊരു തോന്നല്. ഞാൻ പകൽ അങ്ങനെ സ്വപ്നം കാണാത്തതാ. അമ്മ ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടി കിടന്നിട്ടായിരിക്കും.
ആ ചിലപ്പോ അങ്ങനെയായിരിക്കും. നീ ചെല്ല്. എന്താ മോളെ നീ സ്വപ്നത്തിൽ വന്നത്? അനുക്കുട്ടിയുടെ അവസ്ഥ കാണിച്ചു തന്നതാണോ, അതോ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരാൻ പോകുന്നു? ഞാൻ അനുക്കുട്ടിയെ വിളിച്ചൊന്ന് അമ്പലത്തിൽ പോയാലോ? ആ എന്തായി? ഡോക്യുമെന്റ്സ് സേഫായിട്ട് ജീനെ ഏൽപ്പിച്ചില്ലേ? അതിനി അവളുടെ കയ്യിൽ ഭദ്രമായിരിക്കും, ആരും സംശയിക്കില്ല. എന്തായാലും ഇനി ആരെയും പേടിക്കണ്ട. സത്യത്തിൽ ഇന്നാ സമാധാനായത്. കേറ്. ജീവിച്ചു മതിയായി, ആരും വിശ്വസിക്കാൻ കഴിയാതെ ഇത്രയും വലിയൊരു ചതി അർജുനും പൂജ എന്നോട് ചെയ്തല്ലോ. ഇങ്ങനൊരവസ്ഥയിൽ എന്നെ എന്തിനാണ് അമ്മ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന എന്നെ ഈ ഭൂമി പിളർന്നങ്ങ് താഴേക്ക് കൊണ്ടുപോവോ? എന്റെ ഈ പാഴ് ജീവിതം അമ്മ തന്നെ അങ്ങ് എടുത്തോളൂ. വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളാ എന്നെ ചതിച്ചത്. എന്റെ സ്നേഹം, കരുതൽ എല്ലാം ഒരു മറയുമില്ലാതെ ഞാൻ അവൾക്ക് നൽകി. ഒരു മരുമകളായിട്ടല്ല ഞാൻ കരുതിയത്, എന്റെ മൂത്ത മകളായിട്ടാ ഞാൻ സ്നേഹിച്ചത്. സ്വന്തം അമ്മയെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് എത്ര വിദഗ്ധമായിട്ടാ എന്റെ മുന്നിൽ അഭിനയിച്ചത്. ഓരോ പ്രാവശ്യവും തെളിവുകൾ നിരത്തി എന്റെ വിശ്വാസം നേടിയെടുത്തിട്ട് ഇന്നിപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. സർവ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അമ്മയുടെ അടുത്ത് എന്നെ എത്തിച്ചതിന്റെ പിന്നിലും അവിടുത്തെ മായയായിരിക്കും അല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ തന്നെ പറ. എന്റെ മനസ്സെന്റെ പിടിവിട്ട് പോവുക. ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. എന്റെ മകനും പൂജയും ചേർന്ന് താൽക്കാലികമായ ഒരു കരാറുണ്ടാക്കിയാണോ അമ്മ എന്റെ വീട്ടിൽ വന്ന് കയറിയത്? എന്റെ മകൻ എന്തിനാ അമ്മ അവളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നത്? അവൾക്ക് മുന്നിൽ വേറെ നിവർത്തിയില്ലാതായതുകൊണ്ട് അവൻ അനുസരിക്കുകയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ചെയ്തത് കൊടും പാപമല്ലേ അമ്മേ? ഒരു സ്ത്രീക്ക് താലി എന്ന് പറയുന്നത് ഏറ്റവും ശക്തിയും സത്യവും ഉള്ളതല്ലേ അമ്മേ? അതൊരു കരാറിന് വേണ്ടി പെണ്ണിന്റെ കഴുത്തിൽ കെട്ടുന്നതും അതിനു വേണ്ടി കഴുത്ത് കാണിക്കുന്നതും ഒരുപോലെ പാപമല്ലേ? ഒക്കെ
അരുണിമ ചേച്ചിയുടെ ശാപമാണോ അതോ അനുവിന്റെ കണ്ണുനീരാണോ? എല്ലാവരുടെ അമ്മയായ ദേവിക്ക് അറിയില്ലേ മാതൃസ്നേഹത്തിന്റെ വില? ഒരമ്മയ്ക്ക് വേറൊരു അമ്മയുടെ ദുഃഖം മനസ്സിലാവില്ലേ? അമ്മ, എല്ലാ പാപങ്ങളും കൂടി എന്റെ കുടുംബത്തിൽ വീഴുക. ഞാനില്ലാതായിക്കോട്ടെ അമ്മ, പക്ഷെ എന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ദോഷവും വരാൻ പാടില്ല. വന്നു വീണ പാപമൊക്കെ എനിക്ക് തന്നെ പരിഹരിക്കണം. അതിനൊരു വഴി എന്റെ അമ്മ കാണിച്ചു തരില്ലേ? അഗ്നിവല്ലേ പൂജ. കുടുംബത്തിലെ ദോഷങ്ങളും ശാപങ്ങളും ചെയ്തു പോയ പാപങ്ങളും ഒക്കെ തീർക്കാൻ ഏറ്റവും ഉത്തമം അഗ്നിവല്ലേ പൂജയാണ്, അല്ലേ തിരുമേനി? ആ അതെ. ശരീരവും മനസ്സും ഒരുപോലെ ദൈവത്തിന്റെ മുന്നിൽ അർപ്പിക്കുന്നതാണ് ഈ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നിവലയ പൂജ ചെയ്താലോ തിരുമേനി? അഗ്നിവലയ പൂജ സാധാരണ ഒരാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതികഠിനമായ ഒരു പൂജാരീതിയാണത്. വലിയ രീതിയിൽ ശരീരബലവും മനോബലവും ആ പൂജ ചെയ്യുമ്പോൾ ഭക്തന് ആവശ്യമാണ്. അതിന്റെ രീതികൾ എന്താണ് തിരുമേനി? ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ തിരുമേനി. ആ ആയിക്കോട്ടെ. അധികമാരും ഈ പൂജ ചെയ്യാറില്ല. ദേ, അവിടെ ഒരു വലിയ അഗ്നികുണ്ടുണ്ടാവും. ആ വലയത്തിനുള്ളിൽ പൂജ ചെയ്യുന്ന ആൾ സകലതും മറന്ന് ശരീരവും മനസ്സും ദേവിക്ക് മുന്നിൽ അർപ്പിച്ച് പ്രാർത്ഥനാനിരതനായിരിക്കണം. അഗ്നിയിൽ അർച്ചിക്കുന്ന പൂജാദ്രവ്യങ്ങൾ കത്തിത്തീരും വരെ പുറത്തിറങ്ങാനോ ജലപാനം നടത്താനോ കഴിയില്ല. ശക്തമായ ചൂടേറ്റ് ശരീരം തളരും, ശരീരത്തിലെ ജലാംശം കുറയും, ചിലർക്ക് ബോധക്ഷയം തന്നെ ഉണ്ടാകാം. അഗ്നിക്കാവടി, തീച്ചാമുണ്ടി, തെയ്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലുള്ളൊരു ആചാര രീതിയാണ് ഈ അഗ്നിവലയ പൂജ. മനസ്സിനും ശരീരത്തിനും നല്ല ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ പൂജ നിർദ്ദേശിക്കാറുള്ളൂ.